ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇനി ഞാൻ വന്നിട്ടുള്ളത് ചോക്കോലേസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ കേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ചോക്കോലേസ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് അധികം ആൾക്കാർക്കും അറിയില്ല കേട്ടോ. അതെങ്ങനെയാണ് ശരിയായിട്ട് ലേസായിട്ട് കിട്ടുന്നത്, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കേക്കിൻ്റെ മുകളിൽ അത് ഡെക്കറേറ്റ് ചെയ്തതിൽ ഫിനിഷിങ്ങിൽ നിൽക്കുന്നത് എന്നൊന്നും ആർക്കും അറിയണില്ല. അപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ സംശയങ്ങൾ ചോദിച്ചിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ നമ്മൾ കേക്കിൻ്റെ മുകളിലൊക്കെ ഈസി ആയിട്ട് തന്നെ വെച്ച് കൊടുക്കാം. അതേപോലെ ഫിനിഷിങ്ങിൽ നിൽക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് കോമ്പോൻ്റെ ഡാർക്ക് ചോക്കോമാസ് എന്ന ചോക്ലേറ്റാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് നല്ല ഡാർക്ക് ചോക്ലേറ്റ് തന്നെയാണ്, നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ ഇതിന്. അപ്പോൾ നമുക്ക് ഇത് വെച്ചാകുമ്പോൾ നല്ലൊരു ഡാർക്ക് കളർ തന്നെ കിട്ടുകയും ചെയ്യും. ഞാനിതാണ് യൂസ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ ഞാനിതിൽ നിന്നൊരു കഷ്ണം ചോക്ലേറ്റ് എടുക്കുകയാണ്, കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ നമുക്ക് ഗ്രേറ്റ് ചെയ്യാൻ പാകമാക്കിയിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ ഗ്രേറ്റ് ചെയ്ത് കാണിച്ചു തരുന്നത് കേട്ടോ. ഉണ്ടോ, ഇതുപോലെയാണ് നമ്മൾ ചോക്കോലേസ് ഗ്രേറ്റ് ചെയ്തെടുക്കേണ്ടത്. നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റിനാണ് മെയിനായിട്ട് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെയാണ് ഗ്രേറ്റ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാനിതുപോലെ ഒരു പീസ് എടുത്തിട്ടുണ്ട് ചോക്ലേറ്റിൻ്റെ. ഇത് ഞാൻ എടുത്തിട്ട് ഇതിപ്പോൾ പീനർ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ പീനർ പറഞ്ഞാൽ നമ്മളിത് പിടിക്കണം, നല്ല കറക്റ്റായിട്ട് തന്നെ പിടിക്കുകയും വേണം. പിന്നെ നമ്മൾ ഈ ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ ഒന്നിട്ട് തണുത്ത് വരണം കേട്ടോ. അതായത് നമ്മൾ കിട്ടിയ ഉടനെ തന്നെ നമ്മളത് ഗ്രേറ്റ് ചെയ്യണമെങ്കിൽ ഒട്ടിപ്പിടിച്ച് പോകും. അപ്പോൾ ഒന്ന് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് വേണം ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ കേട്ടോ. പിന്നെ നമ്മൾ മുകൾ വശത്ത് നിന്ന് താഴത്തേക്ക് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് വലിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. നൈസായിട്ട് വലിച്ചെടുക്കാൻ വേണം കേട്ടോ. അപ്പോഴുള്ള നമുക്ക് ആ ചോക്ക നൈസായിട്ട് തന്നെ കിട്ടുള്ളൂ. അപ്പം ഞാൻ ചെയ്യണില്ല, അതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതുകൊണ്ട് നല്ല ലേസായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതാണ് നമ്മൾ കേക്കിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വെക്കുന്നത്. അപ്പോൾ നമ്മൾ കേക്ക് എല്ലാ ക്രം കോട്ടും എല്ലാ ഫിനിഷിങ്ങും കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ചോക്കോലേസ് വെക്കാൻ പാടുള്ളൂ കേട്ടോ. എങ്കിൽ മാത്രമേ അതിന്മേൽ പിടിച്ച് നിൽക്കുകയുള്ളൂ, ഇല്ലെങ്കിൽ അത് അടർന്ന് ചാടിപ്പോരും. ഇനി ചോക്കോലേസ് വെച്ചിട്ട് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം നമ്മൾ കേക്ക്. ഇനി വെച്ച് കൊടുക്കേണ്ടത് ഇതുപോലെയാണ്, സ്ലോ ആയിട്ടാണ് കേട്ടോ നമ്മൾ വെക്കേണ്ടത്. നമ്മൾ കൊണ്ടുപോയിട്ട് ഒന്നായിട്ട് വെച്ച് കൊടുക്കരുത്. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ ക്രീമിൻ്റെയൊക്കെ ഉള്ളിലേക്ക് ഇത് പോകും. അപ്പോഴും നമ്മൾ വിചാരിച്ച ഫിനിഷിങ്ങിൽ കിട്ടില്ല. അപ്പോൾ മെല്ലെ 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 വേണം ഇത് ചെയ്തെടുക്കാൻ കേട്ടോ. കണ്ടോ, ഇതുപോലെയാണ് നമ്മൾ ചെയ്യേണ്ടത്. സ്ലോ ആയിട്ട് വെച്ച് കൊടുക്കുക. നമ്മൾ വെച്ചതിന് ശേഷം അപ്പം തന്നെ നമ്മൾ കൈ എടുക്കണം, അവിടെ വെച്ചിട്ട് അമർത്തി കൊടുക്കരുത് കേട്ടോ. അപ്പോൾ ഇത് മൊത്തം ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് കണ്ടോ, ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് ഇതൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കിയതിന് ശേഷം മാത്രമേ എടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോഴേ നമ്മുടെ ചോക്കോലേസും ക്രീമും ഒന്ന് ഫിനിഷിംഗ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. അതുവരേക്കും അസ്സലാമു അലൈക്കും.